എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗുരുപൂർണിമ ആശംസകൾ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മളുടെ ഗുരുക്കന്മാരെ ആചരിക്കുക. മാതാ പിതാ ഗുരു ദൈവം. അമ്മയും അച്ഛനും കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനാണ് പ്രാധാന്യം. ഇന്ന് ഗുരുപൂർണിമ പല രീതിയിലുള്ള ആചാരങ്ങളൊക്കെ ആയിട്ട് ഓരോ സംഘടനാ തലത്തിലും അമ്പലങ്ങളിലും വിദ്യാലയങ്ങളിലൊക്കെ പല പരിപാടികളും ഉണ്ടാകും. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് വീണ്ടും നമ്മുടെ ഒരു ക്ലാസ് ആരംഭിക്കാമെന്ന് വെച്ചതാണ്. നല്ലൊരു ദിവസമായിട്ട് ഇന്ന് തന്നെ തുടങ്ങാം എന്നുള്ളതാണ്. എൻ്റെ ഗുരുവായ കോട്ടയം ജില്ലയിലെ കങ്ങഴ പത്തനാട് ശ്രീ മഹാപരാശക്തി ആദിപരാശക്തി ദേവിയുടെ ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്തെ മഠാധിപതി സദ്ഗുരു ആചാര്യൻ ബ്രഹ്മശ്രീ മധുദേവാനന്ദ സ്വാമികൾക്ക് എൻ്റെ ഓർമ്മകളും നന്ദിയും രേഖപ്പെടുത്തുന്നു. എൻ്റെ ഗുരുവായി ഉള്ള അദ്ദേഹം ആരോഗ്യവും ശരീരത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറി ഐശ്വര്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം കൂടി ആദിപരാശക്തി നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ നവദുർഗ സ്തോത്രം, അതാണ് ക്ലാസ്. ആ ഒരു മേഖലയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നവദുർഗ, നവം എന്ന് പറഞ്ഞാൽ 9 ദുർഗ, ആദിപരാശക്തിയുടെ 9 രൂപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സ്തോത്രം, സ്തുതിയായിട്ട് പറയുന്നത്. ആദിപരാശക്തിയുടെ പല ഭാവങ്ങൾ നമ്മൾ പഴയകാലം മുതലേ ആരാധിച്ചിരുന്നത്, വിഗ്രഹാരാധനയൊക്കെ വരുന്നതിനൊക്കെ അപ്പുറം, അതിനൊക്കെ എത്രയോ മുൻപാണ് കാട്ടിലും അലഞ്ഞു നടന്നിരുന്ന ഒരു കൂട്ടം ആളുകൾ അന്ന് പ്രപഞ്ചത്തിലെ കാണുന്ന ശക്തികൾ, സൂര്യചന്ദ്രന്മാരെയും പ്രകൃതിയെയും ഒക്കെ ആരാധിച്ചിരുന്ന ഒരു സന്ദർഭം. പിന്നീട് അങ്ങോട്ട് ഓരോ പേരുകളും പ്രതിഷ്ഠകളും അങ്ങനെ പല പല ഡിവിഷനുകളായിട്ട് അമ്പലങ്ങളിൽ പല പേരുകളാൽ അറിയപ്പെടുന്നു എന്നു മാത്രം. എല്ലാത്തിൻ്റെയും ഉറവിടം പ്രപഞ്ചം, ആദിപരാശക്തി തന്നെ. നമുക്ക് നവദുർഗാ സ്തോത്രം പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു ഗണേശ സ്തുതിയോടുകൂടി ആരംഭിക്കാം. ഹരിദ്രാഭം ചതുരാദു ഹാരിദ്രവാസനം വിഭും പാശാങ്കുശധരം ദൈവം മോദകം ഗന്ധമേവ ച. ഗണപതിയെക്കുറിച്ച് ഒരു സ്തുതിയോടുകൂടിയാണ് നമ്മൾ ഈ നവദുർഗാ സ്തോത്രം പരിചയപ്പെടുക. ഏതൊരു കാര്യത്തിനും വിഘ്നങ്ങളകറ്റി എല്ലാം കൃത്യമായി നടക്കുവാൻ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവസങ്കല്പമാണ് ഗണപതി.
അപ്പോൾ ഗണപതി ഹോമം വീടുകളിൽ ചെയ്യുന്നു. വിഘ്നേശ്വരൻ സർവവിഘ്നങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ഈശ്വര നമ്മളൊരു വിഗ്രഹമൊക്കെ ആയിട്ട് ആനയുടെ രൂപം, തുമ്പിക്കൈ, അങ്ങനെ ഒരു വിഗ്രഹാരാധന കൂടി പ്രധാനം. ശിവനും പാർവതിയും ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, അങ്ങനെ അവരുടെ ഒരു ഫാമിലി, അച്ഛനമ്മ, കുടുംബം, മക്കളും. അപ്പോൾ അതിൽ മുൻപ് അയ്യപ്പനെ അങ്ങോട്ട് ആരാധിക്കാമെന്ന് വെച്ചാൽ അദ്ദേഹം ഇടപെടും. തൊട്ടതും ഒക്കെ പ്രശ്നമാവുമെന്നാണ് സങ്കല്പം. എന്തു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഗണപതിയെ ഓർക്കണം. വിഘ്നങ്ങളെ അകറ്റുവാൻ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഗണപതി. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു, ഗണേശ സ്തുതിയോടുകൂടിയാണ് നമ്മൾ ഇതാരംഭിക്കുക. ഏത്? നവദുർഗാ സ്തോത്രം. ഇതെന്തിനാണ് നമ്മൾ വായിക്കുന്നത്? പലരും ഇത് വായിക്കാറുണ്ട്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത ഒന്നുമില്ല. പുസ്തകങ്ങൾ വീട്ടിലുണ്ട്. വെറുതെ എങ്ങനെ ഇരുന്ന് വായിക്കലല്ല അതിൻ്റെ ഒരു കാര്യം. അതിന് ഒരടക്കും ചിട്ടയോടുകൂടി, അത്ര അധികം വെറുതെ അങ്ങനെ വായിച്ചു വിടില്ല. ഒരു വാചക അല്ലെങ്കിൽ ഒരു ആദ്യത്തെ പാദം, ഒരു 2 വരി, ആദ്യത്തെ ഒരു സ്തോത്രം നമുക്കിന്ന് പരിചയപ്പെടാം. എന്തിനാണിത് വായിക്കുന്നത്? ജീവിതത്തിൽ യശസ്, ഐശ്വര്യം, ആരോഗ്യം, യശസ്സിനും അഭീഷ്ടസിദ്ധിക്കും. അഭീഷ്ടസിദ്ധി, സിദ്ധി എന്ന് പറഞ്ഞാൽ നേടുക, അഭീഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട എന്താണോ അത് നേടിയെടുക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. യശസ്സിനും അഭീഷ്ടസിദ്ധിക്കും വേണ്ടി ശൈലപുത്രിയെ ഭജിക്കണം. ശൈലപുത്രി, ശൈലം പർവ്വതം എന്നാണ്. ഹിമവാന്റെ പുത്രി, ഹിമം മഞ്ഞ്, ഹിമവാൻ, ഹിമശൈലം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശൈലജ എന്ന പേരോടുകൂടിയ പാർവതി ദേവി, അതൊരു ഭാവമാണ്. ആരുടെ? ആദിപരാശക്തിയുടെ. നമുക്ക് ഭജിക്കണം. അപ്പോൾ ആ ഒരു സ്തോത്രം ചൊല്ലുന്നതിൻ്റെ ഒരു മാഹാത്മ്യം എന്താണ്? ജീവിതത്തിൽ യശസ്സിനും അഭീഷ്ടസിദ്ധിക്കും വേണ്ടി ശൈലപുത്രിയെ ഭജിക്കണം. ആദിപരാശക്തിയുടെ ഒരു രൂപം മാത്രമാണ് ശൈലജ, ശൈലപുത്രി. ആ ഒരു നമുക്ക് നോക്കാം. ആ സ്തോത്രം എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ദേവി ശൈലപുത്രി. വന്ദേ വാഞ്ചിതലാഭായ ചാന്ദ്രാർദ്ധകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രി യശസ്വിനി എന്നുള്ളതാണ് ആ ഒരു സ്തോത്രം. അതിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അർത്ഥം മാറാൻ പാടില്ല. അതിൻ്റെ അക്ഷരങ്ങൾക്ക് മാറ്റം വരും. പഴയ ലിപിയും പുതിയ ലിപിയും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പുസ്തകത്തിൽ അച്ചടി ആ ഭാഷയാവില്ല, വേറൊരെണ്ണത്തിൽ കാണുക. കൂട്ടക്ഷരമൊന്നും ഇവിടേക്ക് പറ്റില്ല, IT ഏറ്റെടുക്കില്ല അത്. അപ്പോൾ അത് പദം മുറിച്ചും അതിൻ്റെ ഒരു വാക്കുകൾക്ക് ചില അക്ഷരങ്ങൾക്കൊരു വ്യത്യാസങ്ങളൊക്കെ കാണാം. ഇവിടെ പറയുന്നത് വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർദ്ധകൃതശേഖര വൃഷഭാരൂഢാം. വൃഷഭം എന്ന് പറഞ്ഞാൽ കാള. നമ്മൾ നേരത്തെ വൃഷാരൂഢാം എന്ന് പറഞ്ഞു, അത് തെറ്റാണ്. വൃഷഭം കാള എന്നർത്ഥം. കാളയോടുകൂടി, കാളയെ പുറത്ത് എന്നൊക്കെയാണ്. ആരൂഢാം വൃഷഭാരൂഢാം ശൂലധരാം ശൈലപുത്രി യശസ്വിനി എന്നാണ് അതിൻ്റെ ആ ഒരു പദം നമ്മൾ തിരിച്ച് പറയുക. എന്താണ് അതിൻ്റെ അർത്ഥം? ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നവളെയും ശിരസിൽ ചന്ദ്രക്കല ധരിച്ച്. ശിവൻ്റെ ചന്ദ്രക്കല എന്താണ് അവിടെ അർത്ഥം വരുന്നത്? ഗംഗയും ചന്ദ്രക്കലയും ഒക്കെ ശിവൻ്റെ. ശിവൻ എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹമല്ല, ആ പ്രപഞ്ചം മൊത്തമാണ് അവിടെ. അതിൽ വരുന്ന ഓരോ ഘടകങ്ങളെയും തൻ്റെ കാവ്യാത്മക രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു ശില്പിയുടെ കരങ്ങളിലേക്ക് പകർന്ന് ഓരോന്നിനും ഓരോ ഐഡൻറ്റിറ്റി കൊടുത്തുകൊണ്ട് വരയ്ക്കുന്ന ചിത്രമാണ്, പ്രപഞ്ചമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നവളെയും ശിരസിൽ ചന്ദ്രക്കല ധരിച്ച് എന്ന് പറഞ്ഞൊരു അലങ്കാരമായിട്ടാണ് അത് പറയുന്നത്. ചന്ദ്രക്കല ധരിച്ചവളെയും കാളയുടെ പുറത്ത് വാഹനം
അല്ലേ, വാഹനം ധരിച്ച്. കാളയുടെ പുറത്താണ് വാഹനം എന്ന് പറഞ്ഞപ്പോൾ എലിയാണ് ഗണപതിയുടെ വാഹനം. ഋഷഭം കാള, അത് കാളയുടെ പുറത്ത് വാഹനം ധരിച്ച് ത്രിശൂലം പിടിച്ചിരിക്കുന്നവളെയും ശൂലം പിടിച്ചിരിക്കുന്നവളെയും ഹേ ശൈലപുത്രി ദേവി, ഞാൻ നിന്നെ നമിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നു. ഇതാണ് പറയുന്നത്. ഇതിൽ നമ്മൾ ആദ്യത്തെ ശൈലപുത്രി എന്ന് പറഞ്ഞു. നവദുർഗയാകുമ്പോൾ 9 ഭാവങ്ങളെക്കുറിച്ച്, അതായത് നമുക്ക് വിശദമായി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ തത്കാലം ആദ്യത്തെ ഈ ഒരു സ്തുതി നിങ്ങളെല്ലാവരും ദിവസം 2-3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരമൊക്കെ ദേഹശുദ്ധി വരുത്തി ചൊല്ലിയാൽ എന്താണ് നമ്മളിവിടെ മുൻപ് കണ്ടത്? യശസ്സിനും അഭീഷ്ടസിദ്ധിക്കും ശൈലപുത്രിയെ ഭജിക്കുക. ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളിലെ ആദ്യത്തെ സ്തുതിയായ ശൈലപുത്രിയുടെ സ്തുതി നമ്മൾ കണ്ടു. ഇനി രണ്ടാമത് ഇപ്പോൾ ഓരോന്ന് 1 by 1 ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ധമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, ഇങ്ങനെ പോകുന്നു. പിന്നെ ഏതൊരെണ്ണം? വിവിധാത്രി, അപ്പോൾ സിദ്ധിദാത്രി എന്നീ നവദുർഗാ സങ്കല്പങ്ങൾ അങ്ങനെയല്ലേ വരുന്നത്? അതെ. നിധിധാത്രി, ധാത്രി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നൊക്കെയുള്ള അർത്ഥമേ ഉള്ളൂ. നമ്മൾ ഓരോന്നിനും ഇപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? യശസ്സിനൊരു മന്ത്രം, യശസ്സിനൊക്കെ ഒരു മന്ത്രം, മറ്റുള്ളവരെ ആകർഷിക്കാൻ മന്ത്രം, അങ്ങനെയൊക്കെയുള്ള ഓരോ ധനാകർഷണം, പല രീതിയിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. ഇത്രയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 9 ഭാവങ്ങൾ, ആദിപരാശക്തിയുടെ ഭാവങ്ങളെക്കുറിച്ച് പറയുന്നു. നവദുർഗാ സ്തോത്രത്തിലെ ആദ്യത്തെ ശൈലപുത്രി സ്തോത്രം നമ്മൾ കണ്ടു. അതിൻ്റെ മലയാളം വിവർത്തനം നമ്മൾ കണ്ടു. അതിലെ ഒന്നാമത്തെയായ ശൈലപുത്രി, പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? 9 ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കുഷ്മാണ്ഡ, സ്കന്ധമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, നിധിധാത്രി, പിന്നെ സിദ്ധിദാത്രി എന്നീ 9 സങ്കല്പങ്ങൾ. എല്ലാം സങ്കല്പങ്ങൾ തന്നെ. അവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ, ആ ഒരു ആകൃതിയാണോ എന്നൊന്നും ചോദിച്ച് വരേണ്ട. നമ്മളുടെ കാലാകാലങ്ങളായിട്ട് ഓരോ ദേവതാ രൂപങ്ങളെക്കുറിച്ച് ആരാധിച്ചു പോരുന്ന ആ ഒരു സമ്പ്രദായ രീതി ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം കൂടി നേരുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ഓം ആദിപരാശക്തിയെ നമഃ. ഭദ്രവിളക്കമ്മേ ശരണം.